ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ടൈം കോംപ്ലക്സിറ്റി. നമ്മൾ അൽഗോരിതം ഉണ്ടെങ്കിൽ അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് കാണുക. അതായത് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഉണ്ടാവും, സ്പേസ് കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പോൾ ഒരു അൽഗോരിതം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. സൊല്യൂഷൻ മീൻസ് അൽഗോരിതമായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആ അൽഗോരിതം ഒരു എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തത്. അതിൽ രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ടൈം കോംപ്ലക്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ്, സെക്കൻഡ് വൺ ടാബുലേഷൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു. സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള എത്രയാണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ട് ചെയ്യും. ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും ഓരോ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ടബിൾ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തത്. ഒരു കൗണ്ട് വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് കൗണ്ട് വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അവിടെ ആയിരിക്കും നമ്മൾ കൗണ്ട് വേരിയബിൾ കൺസിഡർ ചെയ്യുന്നത്. അത് ഏതൊക്കെ വേരിയബിളാണ് കൗണ്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഇതിനകത്ത് നമ്മൾ പഠിച്ചു. കമന്റ് ആണെങ്കിൽ 0 കൗണ്ട് ആയിട്ട്, ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, നമ്മൾ കൗണ്ട് എന്ന് പറയുന്നത് 0 കൗണ്ട് ആയിരിക്കും. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൗണ്ട് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി അതല്ല ഏതെങ്കിലും കമ്പാരിസൺ, അതായത് ഇപ്പോൾ ലൂപ്പ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആവശ്യമായിട്ട് വരുന്നവർ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 1 ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിവിടെ പറഞ്ഞിട്ടില്ല, 1 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് വയ്ക്കും. ആ കൗണ്ട് അനുസരിച്ചിട്ട് ഒരു കൗണ്ട് വേരിയബിൾ സെറ്റ് ചെയ്ത് വയ്ക്കും. ഈ കൗണ്ട് വേരിയബിളെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ ഇത് പ്രോഗ്രാമിംഗ് അല്ല ചെയ്യുന്നത്, നമ്മൾ അൽഗോരിതത്തിലായിരിക്കും ഈ കൗണ്ട് വേരിയബിൾ സെറ്റ് ചെയ്യുന്നതും ഈ കൗണ്ട് വേരിയബിളിലെ ഇൻക്രിമെന്റ് നടക്കുന്നത് അൽഗോരിതത്തിലായിരിക്കും. അങ്ങനെയായിരുന്നു ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ ഇവിടെ നമ്മൾ കൗണ്ട് വേരിയബിൾ ആണ് സെറ്റ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇൻപുട്ട് സൈസ്. അതായത് നമ്മൾ നേരത്തെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വേരിയബിൾ, ഒരു കാൽക്കുലേഷൻ, എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു കാൽക്കുലേഷൻ, ഒരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയവും ഒരു 10 നമ്പേഴ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ ഒരുമിച്ചായിട്ടാണ് കൺസിഡർ ചെയ്യുക. രണ്ടിനും വേണ്ടിയിട്ട് വലിയ ഒരു സമയം എടുക്കും എന്ന് നമ്മൾ അനലൈസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ ഒരെണ്ണം ഉണ്ടെങ്കിലും 10 എണ്ണം ഉണ്ടെങ്കിലും നമ്മൾ ഒരെണ്ണത്തിന് എടുക്കാനുള്ള സമയമായിട്ടായിരിക്കും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക. പക്ഷേ ഈ 10 എണ്ണത്തിന്റെ സ്ഥാനത്ത് നമുക്കൊരു 1000 നമ്പറുകൾ അല്ലെങ്കിൽ 10,000 നമ്പറുകൾ, അങ്ങനെ അത്രയും നമ്പറുകൾ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത്രയും നമ്പറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഇൻപുട്ട് സൈസുകളുടെ കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് സൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരെണ്ണത്തിന് വേണ്ടി എടുക്കുന്ന ടൈം ആയിരിക്കില്ല, ഒന്നിലധികം നമ്പറുകൾ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് വേണ്ടി എടുക്കുന്ന ടൈം ആയിരിക്കില്ല, അതിൽ കൂടുതൽ വേണ്ടി എടുക്കുന്ന ഒരുപാട് ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഓരോ ഇൻപുട്ടുകളുടെയും സൈസ് എത്രയാണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോരിതം ഈസ് ഇൻപുട്ട് സൈസ്. അതായത് ഈ ഇൻപുട്ട് സൈസ് നമുക്ക് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡു വൈൽ ലൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൂപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 0 എന്ന് പറയുന്ന വാല്യൂ എൻട്രി ചെയ്യുന്നതിന് മുന്നേ, എൻട്രി ചെയ്യുന്നവരെ ഒരു കാര്യം പ്രിന്റ് ചെയ്യണം. 0 എന്ന് പറയുന്ന ഒരു വാല്യൂ എൻട്രി ചെയ്യുന്നതിന് മുന്നേ, എൻട്രി ചെയ്യുന്നവരെ ഒരു കാര്യം നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മൾ 0 എൻട്രി ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ, അപ്പോൾ തന്നെ എക്സിറ്റ് ആവും. ചില പ്രാവശ്യം നമ്മൾ 100 ടൈംസ് പ്രിന്റ് ചെയ്ത ശേഷമായിരിക്കും നമ്മൾ 0 ഇൻപുട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ അത് 1000 ടൈം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും 0 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇൻപുട്ട് വാല്യൂ 0 ആണെങ്കിൽ, ഇൻപുട്ടിന്റെ വാല്യൂ 0 ആണെങ്കിൽ മാത്രമേ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആ പ്രോഗ്രാമിന് ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് കൺസിഡർ ചെയ്യണം. അതായത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്, അത് കഴിഞ്ഞ ശേഷം ഒരു 50-100 പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് നമ്മൾ 0 കൊടുക്കുന്നെങ്കിൽ അപ്പോൾ എന്തായിരിക്കും അതിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം എടുക്കും. ഇനി 1000 ടൈംസും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 0 വാല്യൂ കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിന്റെ സൈസ് എങ്ങനെയായിരിക്കും, അതിന് എത്ര ടൈം എടുക്കും. ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് ഇൻപുട്ട്സ്. ഇൻപുട്ട് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇൻപുട്ട്സ് ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് the input size of any instance of a problem is defined to be the number of words or number of elements needed to describe that instance. അതായത് അതിന് ഒരുപാട് ടെക്നിക്കൽ ടൈമിലേക്കൊന്നും പോയില്ലെങ്കിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതൊരു സ്മോളസ്റ്റ് ആണോ, ഒരു നമ്പർ മാത്രം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുള്ളോ, അതേ സമയത്ത് അതൊരു 100 നമ്പർ കൊടുക്കുന്നുണ്ടോ, അതേ സമയത്ത് അതൊരു 1000 നമ്പർ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ 3 കേസ് കൺസിഡർ ചെയ്യുക. ഒന്ന് അതിന്റെ മിനിമം നമ്പർ ഓഫ് ഇൻപുട്സിന്റെ കേസിൽ, 2 അതിന്റെ ആവറേജ് നമ്പർ ഓഫ് ഇൻപുട്സിന്റെ കേസിൽ, 3 അതിന്റെ വേർസ്റ്റ്, ദാറ്റ് ഈസ് മാക്സിമം നമ്പർ ഓഫ് ഇൻപുട്ടുകളുടെ കേസിൽ.
ഈ ഓരോ നമ്പറുകളും ടോട്ടൽ നമ്പർ ഇൻപുട്ടുകളുടെ കേസിലും അൽഗോരിതത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അൽഗോരിതത്തിന്റെ സ്പീഡ്, അതിന്റെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റിയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഇപ്പൊ നമ്മൾ ഒരു നമ്പർ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ലൂപ്പ് ഒന്ന് യൂസ് ചെയ്ത് സാധാരണ പോലെ ചെയ്യും. പക്ഷേ ലൂപ്പിംഗ് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. കാരണം ലൂപ്പ് എന്ന് പറയുന്നത് ഒരു 10 എണ്ണം ചെയ്യുന്നതിനും 100 എണ്ണം ചെയ്യുന്നതിനും 1000 എണ്ണം ചെയ്യുന്നതിനും 10,000 എണ്ണം ചെയ്യുന്നതിനും സ്റ്റേറ്റ്മെന്റുകൾ മാറ്റമില്ല. പക്ഷേ എക്സിക്യൂട്ടഡ് സ്പീഡ്, അതായത് കമ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റൺ ചെയ്യുന്ന സമയത്തുള്ള റണ്ണിങ് സ്പീഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ സ്പീഡുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്പർ ഓഫ് ഇൻപുട്സുകളുടെ കേസിൽ അത് ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ദി ഇൻപുട്ട് സൈസ് ഫോർ ദ പ്രോബ്ലം ഓഫ് സമ്മിങ് ആൻ അറേ വിത്ത് n എലമെന്റ് ഈസ് n+1. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളൊരു അറേ എടുക്കുവാണ്. ഒരു അറേ എടുത്തു കഴിഞ്ഞാൽ ആ അറേയുടെ ഇൻപുട്ട് സൈസ് n നമ്പർ ഓഫ് എലമെന്റുകളുണ്ട്. n നമ്പർ ഓഫ് എലമെന്റുകൾ ഉണ്ടെങ്കിൽ n നമ്പറുകളുടെ സമ്മ് കാണണം. n നമ്പറുകളുടെ സമ്മ് കാണണമെങ്കിൽ അതിന്റെ ഇൻപുട്ട് സൈസ് എന്ന് പറയുന്നത് n+1 ആയിരിക്കും. n+1 എന്ന് പറയാൻ കാരണം n നമ്പർ എലമെന്റ് n ഡിഫറെന്റ് ആയിട്ട് വരുന്ന നമ്പറുകളുണ്ട്. ദെൻ നമുക്ക് ഈ n-ന്റെ വാല്യൂ സേവ് ചെയ്യാനായിട്ടും നമുക്കൊരു വേരിയബിൾ വേണം. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻപുട്സ് വിൽ ബി n+1. അത് ഓർക്കുക, ഏത് അറേയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും അറേയുടെ കേസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നമ്പർ n നമ്പർ ആണ്. ഇപ്പോൾ ഒരു 10 നമ്പർ എന്ന് പറയുന്നത് ഫിക്സഡ് ആണെന്നിരിക്കട്ടെ, 10 നമ്പർ ഫിക്സഡ് ആണെങ്കിൽ അവിടെ ഇൻപുട്ട് സൈസ് 10 തന്നെയായിരിക്കും. പക്ഷേ n നമ്പർ എന്ന് പറയുമ്പോൾ n എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ആണ്. അപ്പോൾ ആ വേരിയബിളിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ നമുക്കുണ്ടാവും. അതോടൊപ്പം തന്നെ അടുത്ത സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്ന വേരിയബിൾ n നമ്പർ ഓഫ് വേരിയബിൾസ് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അടുത്ത സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ n എലമെന്റ് n എന്ന് പറയുന്ന ആ വേരിയബിൾ സ്റ്റേവ് ചെയ്യാനായിട്ട്. That is the input size of the problem of summing of an array with n elements will be n+1. That is n for listing n elements and 1 for the value of n. n എന്ന് പറയുന്നത് n നമ്പർ കണ്ടുപിടിക്കണം, 1 എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ആ n-ന്റെ വാല്യൂ സേവ് ചെയ്യാനായിട്ട്. That is, if the input is a single element, then the size is normally taken to be the number needed to specify that element. നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഇൻപുട്ട് സൈസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇൻപുട്ട് സൈസിന്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ ഇൻപുട്ട് സൈസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇൻപുട്ട് സൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ n ആയിരിക്കാം. ഇൻപുട്ട് സൈസ് n ആണെങ്കിൽ അവിടെ നമ്മൾ n+1 നമ്പർ ഓഫ് ഇൻപുട്ടുകൾ ഉണ്ടാവും. അടുത്ത ഒരെണ്ണം കൊടുക്കുക, ഇൻപുട്ട് സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഫിക്സഡ് ആണ്. ഇവിടെ 10 ഇൻപുട്ടുകൾ മാത്രമേ ഉള്ളൂ. 10 ഇൻപുട്ടുകൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾ എന്ന് പറയുന്നത് 10 തന്നെയായിരിക്കും. കാരണം n അവിടെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. 10 എന്ന് പറയുന്നത് ഡയറക്റ്റ് കൊടുക്കുന്ന വാല്യൂ ആണ്. സോ ഇൻപുട്ട് സൈസ് ഒരു അൽഗോരിതം എടുത്തു കഴിഞ്ഞാൽ ആ അൽഗോരിതത്തിന്റെ ഇൻപുട്ട് സൈസ് ശരിക്കും അതിന്റെ എത്രയാണോ അതിന്റെ ടൈം കോംപ്ലക്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇനി എങ്ങനെയായിരിക്കും ആ ഇൻപുട്ട് സൈസുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഈ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് സൈസുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ സെക്കൻഡ് മെത്തേഡ്. In the second method, to determine the step count of an algorithm is to build a table. അപ്പോൾ ഒരു കാര്യം നമ്മൾ സെക്കൻഡ് മെത്തേഡ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് മെത്തേഡ് ഇന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് സൈസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇനി സെക്കൻഡ് മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡിൽ നമ്മളൊരു കൗണ്ട് വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് ആ കൗണ്ട് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യുന്ന മെത്തേഡ് ആയിരുന്നു ഫസ്റ്റ് വൺ. സെക്കൻഡ് മെത്തേഡിൽ ടു ഡിറ്റർമൈൻ ദ സ്റ്റെപ്പ് കൗണ്ട് ഓഫ് എ പ്രോഗ്രാം ടു ബിൽഡ് എ ടേബിൾ which lists the number of steps of each statement. ഓരോ സ്റ്റേറ്റ്മെന്റുകളിലും എത്ര നമ്പർ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, number of steps of each statement. That is, we first determine the number of steps per execution. That is, steps per execution. The term is very important. Steps per execution of each statement and the total number of times. And the total number of times, that is the frequency of each statement is executed. ഓരോ പ്രാവശ്യവും എത്ര പ്രാവശ്യമാണ് അതിന്റെ ഫ്രീക്വൻസി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പഠിച്ച പോലെ തന്നെ ഒരു കൗണ്ട് വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കൗണ്ട് വേരിയബിളിൽ നമ്മൾ എങ്ങനെയാണോ സ്റ്റെപ്പ് കൗണ്ട് ഐഡന്റിഫൈ ചെയ്തത് അങ്ങനെ സ്റ്റെപ്പ് കൗണ്ട് ഐഡന്റിഫൈ ചെയ്ത അതേ മെത്തേഡിൽ, പക്ഷേ ഇവിടെ നമ്മൾ ഇതൊരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും നമ്മൾ ചെയ്യുക. നേരത്തെ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ് ഐഡന്റിഫൈ ചെയ്തു. ഇവിടെ പകരം നമ്മൾ ചെയ്യുന്നത് ഒരു ടേബിൾ ഫോർമാറ്റ് ആയിരിക്കും. ആ ടേബിളിലെ കോളംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ നമ്പറാണ് വേണ്ടത്? ഒന്ന് സ്റ്റെപ്സ് പെർ എക്സിക്യൂഷൻ, ഓരോ സ്റ്റെപ്പിനും എത്ര എക്സിക്യൂഷൻ ആണ് എടുക്കുന്നത്, ദെൻ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി, എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഫോർ ലൂപ്പിൽ ഒരു 100 ടൈംസ് പ്രിന്റ് ഓഫ് മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി. പ്രിന്റ് ഓഫ് മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് അത് സ്റ്റെപ്പ് കൗണ്ട് അതിന്റെ 1 ആയിരിക്കും, സ്റ്റെപ്സ് പെർ എക്സിക്യൂഷൻ 1 ആയിരിക്കും.
അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? 100 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യും. സോ അവിടെ എന്ന് പറയുന്നത് അതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ക്ലിയർ? അതാണ് സ്റ്റെപ്പ് പെർ എക്സിക്യൂഷനും ഫ്രീക്വൻസിയും. സേ നമ്മൾ സ്റ്റെപ്പ് പെർ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു നമ്മളെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി പ്രിന്റ് ഓഫ് മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ 100 ടൈംസ് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ഓഫ് മൈ കമ്പ്യൂട്ടർ 100 ടൈംസ് യൂസിങ് എ ലൂപ്പ്. ഏതെങ്കിലും ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ 100 ടൈംസ് പ്രിന്റ് ചെയ്തു. അപ്പോൾ ഈ പ്രിന്റ് ഓഫ് മൈ കമ്പ്യൂട്ടർ എന്നുള്ളത് നമ്മൾ 100 ടൈംസ് നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ 100 ടൈംസ് പ്രിന്റ് ചെയ്യണ ഈ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അതിന്റെ സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദാറ്റ് ഈസ് സ്റ്റെപ്സ് പെർ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പക്ഷേ ഇതേ സ്റ്റെപ്സ് പെർ എക്സിക്യൂഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ആയിരിക്കും. So combining these two quantities gives the total contribution of each statement to the total step count. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ലൂപ്പിനുള്ളിലാണ് സ്റ്റേറ്റ്മെന്റ് എഴുതിയെങ്കിൽ ആ ലൂപ്പിന് ബോഡി ഓഫ് ദി ലൂപ്പ് നമ്മൾ പറയണം. അത് അത്രയും പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ എക്സിക്യൂട്ട് ചെയ്യാൻ അത്രയും ടൈംസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആ ഓരോ സ്റ്റേറ്റ്മെന്റ് ബോഡി ഓഫ് ദി ലൂപ്പ് ഒറ്റ പ്രാവശ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോന്നും ഓരോ സ്റ്റെപ്പ് കൗണ്ട് ആയിട്ടായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇതേ സ്റ്റെപ്പുകൾ തന്നെ ആ ബോഡി ഓഫ് ദി ലൂപ്പ് എത്ര പ്രാവശ്യമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എത്ര പ്രാവശ്യമാണോ ഉള്ളത് അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. സോ നാച്ചുറലി സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമാണ് ബോഡി ഓഫ് ദി ലൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ദെൻ ഇൻറ്റു 100 എത്ര പ്രാവശ്യമാണോ ഉള്ളത് 100 ടൈംസ്. 10 ആണെങ്കിൽ 10 ടൈംസ്, 1000 ആണെങ്കിൽ 1000 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യും. സോ ദെൻ ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത് നമ്മൾ സ്ലൈഡിലെ ടേബിൾ ക്ലിയർ ആവും. സോ we then add the contributions of all statements to obtain the total step count. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി, ഒരു ഫ്ലോ ചാർട്ട്, ഒരു അൽഗോരിതം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്പെസിഫൈ ചെയ്തു. അതിന്റെ സ്റ്റെപ്പ് കൗണ്ട് എഴുതി, അതിന്റെ ഫ്രീക്വൻസി എഴുതി. ഫ്രീക്വൻസി മീൻസ് നമ്പർ ഓഫ് ടൈംസ് വേർ ദ സ്റ്റെപ്പ് ഈസ് റിപ്പീറ്റഡ് ഓർ വിച്ച് സ്റ്റെപ്പ് ഈസ് റിപ്പീറ്റഡ്. എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, അത് അങ്ങനെ ഏത് സ്റ്റെപ്പാണോ ആ സ്റ്റെപ്പിന്റെ കാര്യം എഴുതി. അത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം കൂടി സം ചെയ്യും. നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള എത്രയാണോ ഉണ്ടായിരുന്നത് അതെല്ലാം കൂടെ നമ്മൾ സം ചെയ്യും. അങ്ങനെ സം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ആ ടോട്ടൽ അൽഗോരിതത്തിന്റെ സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ഇവിടെ ഈ എക്സാമ്പിളിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കൗണ്ട് നമ്മളൊരു കൗണ്ട് വേരിയബിൾ ആണ് ഇൻക്രിമെന്റ് ചെയ്യുന്നതെങ്കിൽ ഈ കൗണ്ട് വേരിയബിൾ ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. അതാണ് നമ്മൾ കൗണ്ട് വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ കൗണ്ട് വേരിയബിൾ സെറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ആ കൗണ്ട് വേരിയബിൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ വാല്യൂ ആണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക സ്റ്റെപ്പ് കൗണ്ട് എങ്ങനെയായിരിക്കും. സോ അൽഗോരിതം ആദ്യത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇതിന്റെ സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 0 ആണ്. അൽഗോരിതം നമ്മൾ അവിടെ എന്താണ് ഹെഡിങ് കൊടുക്കുന്നത്, നമ്മുടെ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ഹെഡിങ്ങിന് നമ്മൾ ഒരു സ്റ്റെപ്പ് കൗണ്ടും യൂസ് ചെയ്യാറില്ല. ദെൻ സെക്കൻഡ് വൺ, ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് വന്നാൽ ഇതിന് സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ ഇതൊരു അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ്. സോ അസൈൻമെന്റ് ഓപ്പറേഷന് സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ നമ്മുടെ ഒരു ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസൈൻമെന്റ് ഓപ്പറേഷന് സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സി ഹിയർ ഇവിടെ നമ്മൾ ഒരു ഫോർ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പിന്റെ സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് n+1 ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും അവിടെ n+1 എന്ന് പറയുന്നത്? n എന്ന് പറയുന്നത് n ടൈംസ്, അതായത് ഇവിടെ i ≤ n എന്ന് പറയുന്നത് n ടൈംസ് ആയിരിക്കും റിപ്പീറ്റ് ചെയ്യണത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് n+1 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഒരു സ്റ്റെപ്പ് കൂടി എന്ന് വിചാരിച്ചോ ഒരെണ്ണം കുറഞ്ഞെന്ന് വിചാരിച്ചോ നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. കാരണം ഇത് ആക്യുറേറ്റ് വാല്യൂ ഈക്വൽ ടു വാല്യൂ അല്ല നമ്മൾ പറയുന്നത്, അതിനാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് പഠിക്കുന്നത്. ഈ നൊട്ടേഷൻസ് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ എക്സാക്ട് വാല്യൂ ഇത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുള്ളൂ എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഫോർ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റുകളുടെ സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് n+1 ആയിരിക്കും. n+1 വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് i ≤ n എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ചെക്ക് ചെയ്യും, ചെക്കിംഗ് കണ്ടീഷൻ എത്ര പ്രാവശ്യം ഉണ്ടാവും അതിന് ഡിപ്പെൻഡ് ചെയ്ത് പറയാം. രണ്ടാമത് സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് i ≤ n എന്നുള്ളത് n ടൈംസ് എന്തായാലും റിപ്പീറ്റ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഈ വേരിയബിളുകളുണ്ട്, n എന്ന് പറയുന്ന വേരിയബിളുകളുണ്ട്. ആ n എന്ന് പറയുന്ന വേരിയബിളുകൾക്ക് വേണ്ടിയിട്ടും ഒരെണ്ണം യൂസ് ചെയ്യാം. സോ എനിവേ n+1 ദെൻ ബ്രാക്കറ്റിനില്ല. ദെൻ സം ഈക്വൽ ടു സം പ്ലസ് a of i. ഇത് n ടൈംസ് റിപ്പീറ്റ് ചെയ്യും, n ടൈംസ്. കാരണം ഇവിടെ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞതിന് കാരണം ഇപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുവാണ്, ഇവിടെ
I less than or equal to 2. ഐയുടെ വാല്യൂ I equal to 0, I less than or equal to 2. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇത് കൺസിഡർ ചെയ്യണം ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് കൗണ്ട് ഒന്നായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ n എന്ന് പറയുന്നത് n നമ്പർ ഓഫ് ടൈംസ് ആണ്, എത്രയെന്ന് പറയാൻ പറ്റില്ല, കാരണം എന്തായാലും അത് കൺസിഡർ ചെയ്യണം. അത്രയും പ്രാവശ്യം ഇതേ സ്റ്റേറ്റ്മെന്റുകൾ റിപ്പീറ്റ് ചെയ്യും. അതേ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് ടൈം കോംപ്ലക്സിറ്റി എടുക്കും. പക്ഷേ സ്പേസ് കോംപ്ലക്സിറ്റി ആണെങ്കിൽ അവിടെ ഉണ്ടാവില്ല, കാരണം എപ്പോഴും ഒരേ സ്പേസ് തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ സം എന്ന് പറയുന്ന വേരിയബിൾ എത്ര പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി സെയിം ആയിരിക്കും. 10 പ്രാവശ്യം സം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10 ഡിഫറെന്റ് ലൊക്കേഷൻസ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല, ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ റണ്ണിങ് ടൈം ഒരേ 10 പ്രാവശ്യം ഇത് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ സമയം എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, സ്പേസ് കോംപ്ലക്സിറ്റിക്ക് പകരം ടൈം കോംപ്ലക്സിറ്റി എടുക്കുമ്പോൾ അത് എത്ര പ്രാവശ്യം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ n നമ്പർ ഓഫ് ടൈംസ്. സീറോയ്ക്കില്ല, റിട്ടേൺ ഒരു പ്രാവശ്യം മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. സോ 1. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തു. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2n + 3 ദാറ്റ് ഈസ് n plus n plus 1 plus that is this 1 plus n plus 1 plus n plus then total result എന്ന് പറയുന്നത് 2n plus 3. ഇതാണ് നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട്സ് സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? Then Fatima, any doubts? Yes, sir, clear. Abhijit, Anigraha, Aparna, any doubts? Illa sir. Clear. Then Gogul, Gyan, Sri Lakshmi Kanadilla. Vishak, Sonu, Sad, any doubts? No. No doubts. Clear. Okay, clear. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണോ ഉള്ളത് ഒരു അൽഗോരിതം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി. അപ്പോൾ ഇവിടെ എപ്പോഴും കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ 2n + 3 എന്ന് പറയുന്നതും 2n + 4 എന്ന് പറയുന്നതും തമ്മിൽ വലിയ ഒരു ഡിഫറൻസ് വന്നില്ല. പക്ഷേ ഈ 2n-ന്റെ സ്ഥാനത്ത് നമ്മൾ സ്ക്വയറുകളോ മൾട്ടിപ്പിൾസുകളോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡിഫറൻസ് വരും. ഒരു കോൺസ്റ്റന്റ്, ഒരു നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ അതിന് നമ്മൾ റിജക്ട് ചെയ്യാം, അതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ചെറിയൊരു കോൺസ്റ്റന്റ് വാല്യൂ ഒക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനോ ഉള്ളെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ക്ലിയർ? അത് ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെയാണ്, ഏതാണ് കൺസിഡർ ചെയ്യുന്നത്, ഏതാണ് കൺസിഡർ ചെയ്യാത്തതെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡിൽ നമ്മൾ 2 മെത്തേഡ്, ഒന്ന് ഒരു കൗണ്ട് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതും, 2 ഓരോ ടാബുലേഷൻ മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടാബുലർ മെത്തേഡ്. എങ്ങനെയാണ് നമ്മൾ ടാബുലർ മെത്തേഡിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മൾ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്നത്. സോറി, ഇവിടെ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ക്ലിയർ ആയിട്ട് ഓരോന്ന് എത്ര പ്രാവശ്യമാണെന്ന് ഡയറക്റ്റ് പറഞ്ഞേക്കുവാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ അടുത്തത് ടാബുലേഷൻ മെത്തേഡ്. ഈ ടാബുലേഷൻ മെത്തേഡിലാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞത്. മറ്റൊന്നും 2n + 3 ആയിരുന്നു. അതേ അൽഗോരിതം തന്നെ, ഇറ്റ്സ് നോട്ട് എ പ്രോഗ്രാം, ഇറ്റ്സ് ആൻ അൽഗോരിതം. അതേ അൽഗോരിതം തന്നെ ഈ അൽഗോരിതത്തിന്റെ ടാബുലർ മെത്തേഡിൽ. അപ്പോൾ ടാബുലർ മെത്തേഡിൽ നമ്മൾക്ക് ടേബിളുകൾ ഫോർമാറ്റിലാണ് ടേബിളിന്റെ കോളംസ് ഓർത്തിരിക്കുക. ടേബിൾ എന്ന് പറയുന്നത് ഒന്ന്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റെപ്പ് പെർ എക്സിക്യൂഷൻ, സ്റ്റെപ്സ് പെർ എക്സിക്യൂഷൻ, ഓരോ എക്സിക്യൂഷനും അത് എത്ര സ്റ്റെപ്പാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ ഫ്രീക്വൻസി മീൻസ് നമ്പർ ഓഫ് ടൈംസ് ദി സ്റ്റെപ്പ് ഈസ് എക്സിക്യൂട്ടഡ്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ടൈംസ് അത് സ്പെസിഫൈ ചെയ്യണം. ദെൻ ടോട്ടൽ സ്റ്റെപ്പ് മീൻസ് ഇതിന്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് സ്റ്റെപ്പ് പെർ എക്സിക്യൂഷൻ ആണ്, ഇത് ഫ്രീക്വൻസി ആണ്. സോ ടോട്ടൽ സ്റ്റെപ്പ് മീൻസ് സ്റ്റെപ്പ് പെർ എക്സിക്യൂഷൻ ഇൻറ്റു ഫ്രീക്വൻസി, ദാറ്റ് ഈസ് എ ടോട്ടൽ സ്റ്റെപ്പ്. അങ്ങനെ ടോട്ടൽ എന്ന് പറയുന്നത് സം ചെയ്യുക. സി ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ കണ്ട അതേ തന്നെ പ്ലോട്ട് ചെയ്യേ ഇൻറ്റു n, ഒരു പ്രാവശ്യവും എക്സിക്യൂട്ട് ചെയ്യണില്ല, ഒരു പ്രാവശ്യവും അത് കൺസിഡർ ചെയ്യണില്ല, അതൊരു സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യണില്ല. സോ അതിന് ഫ്രീക്വൻസിയും ഇല്ല, ടോട്ടൽ സ്റ്റെപ്പും ഇല്ല. അതുപോലെ തന്നെ ബ്രാക്കറ്റ് ഒരു സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണില്ല, അതിന് ഫ്രീക്വൻസി ഇല്ല, ബ്രാക്കറ്റും ഇല്ല. ദെൻ നെക്സ്റ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് ടെംപ് സം ഈക്വൽ ടു 0. ഫ്ലോട്ട് ടെംപ് സം ഈക്വൽ ടു 0 മീൻസ് ഇതൊരു ഇനീഷ്യലൈസേഷൻ ആണ്. ടെംപ് സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ആ വേരിയബിളിലേക്ക് ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ വെച്ചിട്ട് ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്താൽ ഇറ്റ് വിൽ കൺസിഡർ ആസ് എ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എത്ര പ്രാവശ്യമായിരിക്കും റിപ്പീറ്റ് ചെയ്യണത്? ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യണത്.
കാരണം ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമേ നടക്കുന്നുള്ളൂ. സോ ഇത് ഒരു പ്രാവശ്യമാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അതിന് ഫ്രീക്വൻസി ഒരു പ്രാവശ്യം മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. സോ ടോട്ടൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1. ദെൻ നെക്സ്റ്റ് ഇൻറ്റ് ഐ. സി ഇവിടെ ഇൻറ്റ് ഐ എന്ന് പറയുന്ന വാല്യൂ 0 ആണ് സ്റ്റെപ്പ് കൗണ്ട് കൊടുത്തിരുന്നത്. കാരണം ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റെപ്പ് കൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ടെമ്പ് ഫ്ലോട്ട് ടെമ്പ് സം എന്ന് പറയുന്നത് ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും കൂടെ ഒരുമിച്ചാണ്. സോ അവിടെ ഇനീഷ്യലൈസേഷൻ വന്നിട്ടുണ്ട്. സോ ഇനീഷ്യൽ വാല്യൂ കൊടുത്തേക്കുന്നതുകൊണ്ട് അതിന്റെ സ്റ്റെപ്പ് കൗണ്ട് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞേക്കുന്ന കാര്യം ഒരു വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്തിട്ടില്ല. ഇവിടെ ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമ്മൾ ഓൾറെഡി അത് കൺസിഡർ ചെയ്യണം. കാരണം ഇവിടെ 1 ആകും, ഇവിടെ 1 ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ വാല്യൂ കൊടുത്തില്ല. അപ്പോൾ അതിനെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ദെൻ കം ടു ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്, ഈ സ്റ്റെപ്പിനെ മുഴുവൻ കൺസിഡർ ചെയ്യുന്നത് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യും. കാരണം ഇവിടെ ഒരു സ്റ്റെപ്പ് കൗണ്ട് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യും? n+1 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുന്നത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും ഒരു വേരിയബിൾ അസൈൻ ചെയ്യുന്നതും ഒരു വേരിയബിളിന്റെ വാല്യൂ കൊടുക്കുന്നതും ഒരു വേരിയബിൾ ഡിസൈൻ ചെയ്തു ഒരു വേരിയബിൾ അസൈൻ ചെയ്തു ആ ഒരു വേരിയബിളിന് വാല്യൂ കൊടുക്കും. അപ്പോൾ ഇതെല്ലാം വാല്യൂ കൊടുക്കുന്നത് ഒരേ പ്രാവശ്യമാണ് വാല്യൂ കൊടുക്കുന്നത്. ഒരു പ്രാവശ്യമാണെങ്കിൽ ഒരു പ്രാവശ്യം അതിന് വാല്യൂ കൊടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വേരിയബിൾ ആഡ് ചെയ്യുന്നതും 2 വേരിയബിൾ ആഡ് ചെയ്യുന്നതും 3 എണ്ണവും 10 എണ്ണം ആഡ് ചെയ്യുന്നതും ഒരേ ഫ്രീക്വൻസി ഒരേ ടൈം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ 10 എണ്ണത്തിന്റെ സ്ഥാനത്ത് 100 ടൈംസോ 200 ടൈംസോ അല്ലെങ്കിൽ n നമ്പർ ഓഫ് ടൈംസോ വന്നു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് മാറും, അല്ലെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എത്ര പ്രാവശ്യം അതിന് റെപ്പറ്റീഷൻ കൊടുക്കും, അതിന് ഫ്രീക്വൻസി കൊടുക്കും. ഫ്രീക്വൻസി n+1 ടൈംസ് അതിന്റെ ഫ്രീക്വൻസി കൊടുക്കും. എത്ര പ്രാവശ്യം കൺസിഡർ ചെയ്യും? സ്റ്റെപ്പ് കൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യും. അതിന്റെ ഫ്രീക്വൻസി n+1 കൊടുക്കും. ദെൻ ടോട്ടൽ സ്റ്റെപ്പ് മീൻസ് step per execution into frequency, that is 1 into n+1, so n+1. The next temp sum equal to temp sum plus a of I. ഒരു സ്റ്റെപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തു. കാരണം അത് കൗണ്ട് വേരിയബിൾ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. ഈ സ്റ്റെപ്പ് പെർ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കൗണ്ട് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഒരു സ്റ്റെപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫ്രീക്വൻസി എത്ര പ്രാവശ്യം ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്? n നമ്പർ ഓഫ് ടൈംസ്. കാരണം ലൂപ്പാണ് കൊടുത്തേക്കുന്നത്. ലൂപ്പിൽ കൊടുത്തേക്കുന്ന വാല്യൂസ് n number of times അത് റിപ്പീറ്റ് ചെയ്യും. സോ അതിന്റെ സ്റ്റെപ്പ് പെർ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് n number of times അത് റിപ്പീറ്റ് ചെയ്തു. ദെൻ അത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ 1 into n. 1 into n means n. Then return temp sum. Return sum means return ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഒരു വാല്യൂ നമ്മൾ അതിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ സോറി കേട്ടോ. റിട്ടേൺ എത്രയാണോ നമ്മൾ കൊടുത്തേക്കുന്നത് ആ റിട്ടേൺ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ റൺ ചെയ്തു. അപ്പോൾ എത്രയാണോ ഉണ്ടായിരുന്നത് ആ റിട്ടേൺ സ്റ്റെപ്പ് എത്രയാണോ റിട്ടേൺ സ്റ്റെപ്പ് അനുസരിച്ച് റിട്ടേൺ ടെംപ് സം. അപ്പോൾ 1 ഉണ്ടായിരുന്നു, 1 വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. ദെൻ 1 എന്ന് പറയുന്നത് വന്നു, ഫൈനൽ വാല്യൂ അതിൻ്റെ 1 തന്നെ വന്നു. അപ്പോൾ ഇത് നോക്കുക, ഇനി ടോട്ടൽ സ്റ്റെപ്പിന് സം 1 + n+1 + n+1 = 2n+3. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നതും സെയിം തന്നെ. എങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നത്? നേരത്തെ ചെയ്തേക്കുന്ന മെത്തേഡിലും ഒരേ വാല്യൂ ആയിരുന്നു, ഒരേ എക്സിക്യൂഷൻ, ഒരേ വാല്യൂ 2n+3 ആയിരുന്നു. ഇവിടെ നമുക്ക് 2n+3. പക്ഷേ മെത്തേഡ് എന്ന് പറയുന്നത് ടാബുലർ മെത്തേഡിലാണ്, ടേബിൾ ഫോർമാറ്റിലാണ് അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ടേബിൾ ഫോർമാറ്റിലെ കോളംസ് ഓർത്തിരിക്കണം. ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് പെർ എക്സിക്യൂഷൻ. ആ സ്റ്റെപ്പിനെ നമ്മളൊരു കൗണ്ടബിൾ സ്റ്റെപ്പ് ആയിട്ടാണോ യൂസ് ചെയ്യുന്നത്? കൗണ്ടബിൾ സ്റ്റെപ്പ് ആണെങ്കിൽ എത്ര പ്രാവശ്യം അത് കൗണ്ട് ചെയ്യും? കൗണ്ടബിൾ സ്റ്റെപ്പ് ആണെങ്കിൽ അത് 1. എത്ര പ്രാവശ്യം കൗണ്ട് ചെയ്യും എന്നുള്ളത് ഫ്രീക്വൻസിയാണ്. സോ നെക്സ്റ്റ് ഫ്രീക്വൻസി. ദെൻ നെക്സ്റ്റ് ടോട്ടൽ സ്റ്റെപ്സ് 1, n+1, then അതിന്റെ ടോട്ടൽ സ്റ്റെപ്സ്. ക്ലിയർ? ടാബുലർ മെത്തേഡ് ക്ലിയർ ആയോ? ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 മെത്തേഡ്. കാരണം ഇതിനകത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും ചോദിക്കാനുള്ളത്. ക്ലിയർ? Bibin, Fatima, Harun, Gyan, Jibin, Musin, Pranav, Saad, Vishal, Sonu, clear? Yes, sir. Clear, no doubts. Okay.
So move on to next one. Next our complexity എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാം. So it is difficult to determine the time complexity of an algorithm exactly. ഒരു അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. 3 പ്രാവശ്യം അത് കണ്ടുപിടിക്കാന്ന് പറയുന്നു. ഓരോ പ്രാവശ്യവും എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് അടുത്ത ക്ലാസ്സുകളിലേക്ക് അൽഗോരിതം നമ്മൾ പഠിക്കുമ്പോൾ ഓരോ അൽഗോരിതം എടുക്കും. ഇപ്പം ഇതിനുള്ള അഡ്വാൻറ്റേജ് ഒരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജ് എങ്ങനെയാണ് ഈ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിയിലോ CPP പഠിച്ചിരിക്കുന്ന ഏതൊരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും ആ പ്രോഗ്രാമിന് 3 രീതിയിലുള്ള കോംപ്ലക്സിറ്റികൾ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അതിന്റെ കോംപ്ലക്സിറ്റി വേണ്ടി എല്ലാ എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, എന്നിട്ട് ആ അൽഗോരിതത്തിന്റെ 3 ടൈപ്പിലുള്ള കോംപ്ലക്സിറ്റി സ്പെസിഫൈ ചെയ്യാൻ പറയും. See, complexity means it always depends on the instance characteristics of the problem. ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും അതിന്റെ കോംപ്ലക്സിറ്റി ഇന്നതാണ് എന്ന് പക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രോബ്ലം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഒന്ന് ബെസ്റ്റ് കേസ് അപ്രോച്ച്, വേർസ്റ്റ് കേസ് അപ്രോച്ച്, ആവറേജ് കേസ് അപ്രോച്ച്. ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും ആ പ്രോബ്ലത്തിന് സൊല്യൂഷനിൽ 3 ടൈപ്പിലായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന് ബെസ്റ്റ് കേസ് അപ്രോച്ച്, വേർസ്റ്റ് കേസ് അപ്രോച്ച്, ആവറേജ് കേസ്. ദെൻ ഇനി ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഐഡന്റിഫൈ ചെയ്യുക. സി, നമുക്കെല്ലാം ലീനിയർ സെർച്ച് അറിയാം. ലീനിയർ സെർച്ച് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലീനിയർ സെർച്ച്. എങ്ങനെയായിരിക്കും ലീനിയർ സെർച്ച്? ലീനിയർ സെർച്ച് എങ്ങനെയായിരിക്കും? എന്തായിരിക്കും ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കും ലീനിയർ സെർച്ച്? ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എങ്ങനെയാ? ഒരു അറേയുടെ ഓരോ എലമെന്റ് ആയിട്ട് ചെക്ക് ചെയ്യണത്. അറേയുടെ ഓരോ എലമെന്റുകൾ ചെക്ക് ചെയ്യുന്ന അഭിജിത്ത്. ഓക്കെ, ഗുഡ്. ഇനി ഈ ലീനിയർ സെർച്ചിൽ നമുക്ക് ഇതിന്റെ ലീനിയർ സെർച്ചിന്റെ കോംപ്ലക്സിറ്റി എത്രയാണെന്നുള്ളത് ബെസ്റ്റ് കേസ് എന്താണ്, വേർസ്റ്റ് കേസ് എന്താണ്, ആവറേജ് കേസ് എന്താണെന്നുള്ളത് പറയാം. സി, നമ്മൾ ലീനിയർ സെർച്ച് അറേ ആയിട്ട് എടുത്തു. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന അറേയിൽ നമുക്ക് ഒരു 50 എലമെന്റ് ഉണ്ട്. 50 എലമെന്റുകളുള്ള ഒരു അറേ ലീനിയർ സെർച്ച് ആണ്. ആ എലമെന്റുകളെല്ലാം ഡിസോർഡറിലാണ്. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ ഒന്നുമില്ല, ഒരു ഓർഡറും ഇല്ല. ലീനിയർ സെർച്ച് ആണ്. ലീനിയർ സെർച്ചിന് ആദ്യം നടക്കുന്ന പ്രോസസ് എങ്ങനെയായിരിക്കും? ആദ്യത്തെ ഒരു എലമെന്റ് എടുക്കും. ഫസ്റ്റ് എലമെന്റ് ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് എടുക്കും. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട എലമെന്റ് ആണോ അത് എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. സി, അങ്ങനല്ലേ? ഫസ്റ്റ് എലമെന്റ് എടുത്ത് ചെക്ക് ചെയ്തു. അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതുണ്ടെങ്കിൽ ഓക്കെ, സെർച്ച് സക്സസ്ഫുൾ. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ടാമത്തെ എലമെന്റ് എടുക്കും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും, സെർച്ച് എലമെന്റ് ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്ത് നോക്കും. അത് ഓക്കെ ആണെങ്കിൽ സെർച്ച് സക്സസ്ഫുൾ. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ലീനിയർ സെർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എന്താണ് അതിന്റെ ബെസ്റ്റ് കേസ്, എന്താണ് അതിന്റെ വേർസ്റ്റ് കേസ്, എന്താണ് അതിന്റെ ആവറേജ് കേസ്, എങ്ങനെയായിരിക്കും അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? എന്തായിരിക്കും അതിന്റെ ബെസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സി, ബെസ്റ്റ് കേസ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എപ്പോഴായിരിക്കും ലീനിയർ സെർച്ച് ഏറ്റവും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരുന്നത്? ലീനിയർ സെർച്ച് ആണ്. നമുക്ക് 50 എലമെന്റുകളുണ്ട്. ഈ 50 എലമെന്റുകളിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റുകളെ ചെക്ക് ചെയ്ത് നോക്കണം. എപ്പോഴായിരിക്കും ലീനിയർ സെർച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരുന്നത്? പറയാമോ? എപ്പോഴായിരിക്കും? യെസ്, അതെ. ലീനിയർ സെർച്ചിൽ ബെസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റുകൾ തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട എലമെന്റ് ആണെന്നിരിക്കട്ടെ. സോ ഫസ്റ്റ് പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. സോ ദാറ്റ് ഈസ് എ ബെസ്റ്റ് കേസ് അപ്രോച്ച്. അപ്പോൾ ലീനിയർ സെർച്ചിന്റെ ബെസ്റ്റ് കേസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് തന്നെ എലമെന്റ് ആകുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ബിക്കം ദ കീ എലമെന്റ്, കീ എലമെന്റ്. സ്പെല്ലിങ്ങുകളൊക്കെ നോക്കാതെ ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഫസ്റ്റ് എലമെന്റ് ബിക്കം ദ കീ എലമെന്റ്. ഫസ്റ്റ് എലമെന്റ് തന്നെ കീ എലമെന്റ് ആകുമ്പോൾ ലീനിയർ സെർച്ച് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തരും. സോ ഏറ്റവും ആദ്യം തന്നെ കിട്ടും. ദെൻ സെക്കൻഡ്, ഇനി അടുത്ത് നമുക്ക് ആവറേജിലേക്ക് പോകാം. എപ്പോഴായിരിക്കും ലീനിയർ സെർച്ച് നമുക്ക് ആവറേജ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണത്? ആവറേജ് റിസൾട്ട് എപ്പോഴായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യണത്? ദെൻ എപ്പോഴായിരിക്കും? ആരെങ്കിലും പറഞ്ഞു എപ്പോഴായിരിക്കും നമ്മുടെ ലീനിയർ സെർച്ച് ആവറേജ് റിസൾട്ട് എപ്പോഴായിരിക്കും? എങ്ങനെയായിരിക്കും? പറഞ്ഞ് എപ്പോഴായിരിക്കും?
മിഡിൽ യെസ്, മിഡിലിൽ 50 എലമെന്റുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 20 മുതൽ ഒരു 20 മുതൽ ഒരു 30 വരെയൊക്കെ ഉള്ള കേസ്, അല്ലെങ്കിൽ 25, 28 അങ്ങനെയുള്ള കേസിലാണ് നമ്മുടെ എലമെന്റ് കിടക്കുന്നത്. നമുക്ക് കീ എലമെന്റ് എന്ന് പറയുന്നത് ഈ എലമെന്റുകളായിരിക്കും. ഇത്ര ഈ എലമെന്റ് ഈ പൊസിഷനിലായിരിക്കും കിടക്കുന്നത്. 20th to 13th പൊസിഷനിലായിരിക്കും നമ്മുടെ കീ എലമെന്റ് പൊസിഷനിലാണ് നമ്മുടെ കീ എലമെന്റ് കിടക്കുന്നതെങ്കിൽ അതൊരു ആവറേജ് കേസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീനിയർ സെർച്ച് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ ബെസ്റ്റ് കേസ് ഇപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ബെസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് തന്നെ നമ്മുടെ എലമെന്റ് ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് കേസ്. സോ ആവറേജ് കേസ് മീൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റുകൾ മിഡിലാണ് കിടക്കുന്നത്. ഇതെല്ലാം 1 by 1 ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മിഡിലാണ് കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ആവറേജ് കേസ്. ദെൻ വേർസ്റ്റ് കേസ് മീൻസ് അല്ലെങ്കിൽ മാക്സിമം ടൈം എടുക്കും. എപ്പോഴായിരിക്കും മാക്സിമം ടൈം എടുക്കുന്നത്? വേർസ്റ്റ് കേസ് എപ്പോഴായിരിക്കും മാക്സിമം ടൈം? യെസ്, എന്തെങ്കിലും ആൻസർ പറ. മാക്സിമം ടൈം എപ്പോഴായിരിക്കും? എങ്ങനെയായിരിക്കും? ലാസ്റ്റ് പൊസിഷനിലാണ് നമുക്ക് കിടക്കുന്നത്. ലാസ്റ്റ് പൊസിഷൻ കീ എലമെന്റ് ആവണം. ഇനി ലാസ്റ്റ് പൊസിഷൻ മാത്രം കീ എലമെന്റ് ആയതുകൊണ്ട് മാത്രമുണ്ടോ? ഒരു വേസ്റ്റ് കേസും കൂടി ഉണ്ട്. എന്തായിരിക്കും? എലമെന്റ് നോട്ട് ഫൗണ്ട്. സി വേസ്റ്റ് കേസ് എലമെന്റ്. ഒന്നാമത്തെ വേസ്റ്റ് കേസ് എന്ന് പറയുന്നത് ലാസ്റ്റ് കിടക്കുന്ന 50ാമത്തെ എലമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. 50 എലമെന്റുകൾ എന്തായാലും ചെക്ക് ചെയ്താൽ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് വേസ്റ്റ് കേസ്. അതുപോലെ തന്നെ മറ്റൊരു കേസ്, എലമെന്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എലമെന്റ് ഇല്ല, അൺസക്സസ്ഫുൾ സെർച്ച് ആണ്. അൺസക്സസ്ഫുൾ സെർച്ച് ആണെങ്കിൽ എന്തായിരിക്കും? അത് വേസ്റ്റ് കേസ് ആയിരിക്കും. ക്ലിയർ ആയോ? സോ ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും ആ പ്രോബ്ലത്തിന് സൊല്യൂഷന് ഒരു ബെസ്റ്റ് കേസ് അപ്രോച്ച് ഉണ്ടാവും, ഒരു ആവറേജ് കേസ് അപ്രോച്ച് ഉണ്ടാവും, ഒരു വേസ്റ്റ് കേസ് അപ്രോച്ച് ഉണ്ടാവും. വേസ്റ്റ് മീൻസ് മാക്സിമം ഏറ്റവും ബോർ ആയിട്ടുള്ള അപ്രോച്ച്, ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച്. ഇത് നമ്മുടെ ലീനിയർ സെർച്ചിന്റെ കേസിൽ. ഇനി ബൈനറി സെർച്ച് എടുത്തു കഴിഞ്ഞാലോ എങ്ങനെയായിരിക്കും? ബൈനറി സെർച്ചിന്റെ കേസിൽ ബെസ്റ്റ് കേസ് പെട്ടെന്ന് നമ്മുടെ സമയം കഴിയാറായി. ബൈനറി സെർച്ചിന്റെ കേസിൽ എങ്ങനെയായിരിക്കും ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്? ഇതിപ്പോൾ ലീനിയർ സെർച്ച് ആണ്. നമ്മൾ അടുത്ത് എടുക്കാൻ പോകണം, നമ്മൾ ബൈനറി സെർച്ചിന് എടുക്കാൻ പോകണം. ബൈനറി സെർച്ച് എന്തായിരിക്കും ബെസ്റ്റ് കേസ്, എന്തായിരിക്കും വേസ്റ്റ് കേസ്, എന്തായിരിക്കും ആവറേജ്? ബൈനറി സെർച്ചിൽ മിഡിൽ എലമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് എങ്കിൽ അതായിരിക്കും ബെസ്റ്റ് കേസ്. കാരണം എന്തായിരിക്കും? ആദ്യം തന്നെ നമ്മൾ എലമെന്റുകൾ അസെൻഡിങ് ഓർഡറിലാക്കണോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാക്കണോ, മിഡിൽ എലമെന്റ് ആണോ ചെക്ക് ചെയ്യുന്നു, എന്നിട്ടായിരിക്കും പോണത്. ക്ലിയർ? അപ്പം മിഡിൽ എലമെന്റ് ആണെങ്കിൽ ബൈനറി സെർച്ച് ബെസ്റ്റ് കേസ് പ്രൊവൈഡ് ചെയ്യും. സി നമ്മുടെ ലീനിയർ സെർച്ചിൽ എങ്ങനെയായിരുന്നു? മിഡിൽ എലമെന്റ് ആണെങ്കിൽ ലീനിയർ സെർച്ച് ആവറേജ് കേസാണ് പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ അത് ബൈനറി സെർച്ചിന്റെ കേസിലേക്ക് വന്നപ്പോൾ എന്തായി? നമുക്ക് കണ്ടുപിടിക്കേണ്ട കീ എലമെന്റ് മിഡിൽ എലമെന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യണം. സോ ബൈനറി സെർച്ച് ബെസ്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അത് എവിടെയാണ് എലമെന്റ് കണ്ടുപിടിക്കേണ്ടതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. ഇനി അതിൽ വേസ്റ്റ് കേസോ ആവറേജ് കേസോ എന്താണ്? ബൈനറി സെർച്ചിലെ വേസ്റ്റ് കേസോ ആവറേജ് കേസും ഫസ്റ്റും ലാസ്റ്റ് പറയുന്നത് വേസ്റ്റ് കേസ്, അല്ലെങ്കിൽ അത് ആവറേജ് കേസും പറയാം. വേസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എലമെന്റ് കണ്ടുപിടിച്ചില്ല. ഫസ്റ്റും ലാസ്റ്റും കിടക്കുന്നെങ്കിൽ അത് വേസ്റ്റ് കേസ് ആയിട്ട് മാറി. എലമെന്റുകളിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വേസ്റ്റ് കേസ് ആയിട്ട് മാറി. ക്ലിയർ? അപ്പോ നോക്കുക, 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ്, വേസ്റ്റ്, ആവറേജ്. ഫസ്റ്റിൽ വന്നപ്പോൾ നേരത്തെ ബൈനറി സെർച്ച് ആയിരുന്നു. നമ്മൾ ലീനിയർ സെർച്ച് ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് കണ്ടുപിടിച്ചാൽ അത് ബെസ്റ്റ് മെത്തേഡ് ആയിരുന്നു. പക്ഷെ ബൈനറി സെർച്ചിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് എലമെന്റ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് വേസ്റ്റ് കേസാണ്. ഇടയിൽ കിടക്കുന്നെങ്കിൽ ഇറ്റ്സ് ആൻ ആവറേജ് കേസ്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഒരു അൽഗോരിതം എടുത്തു കഴിഞ്ഞാൽ അൽഗോരിതത്തിന്റെ ബെസ്റ്റ് കേസ് എങ്ങനെയാണ്, വേസ്റ്റ് കേസ് എങ്ങനെയാണ്, ആവറേജ് കേസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുക. അപ്പൊ ഇത് നമ്മൾ സിയിലോ CPP-ലോ നമ്മൾ പഠിച്ചിരിക്കുന്ന ഏത് പ്രോഗ്രാമിലും നമുക്ക് ചോദിക്കാം. ഒരു അൽഗോരിതം എഴുതാൻ പറയും, ആ അൽഗോരിതത്തിന് ബെസ്റ്റ് കേസ് എങ്ങനെ, വേസ്റ്റ് കേസ് എങ്ങനെ, ആവറേജ് കേസ് എങ്ങനെയാണെന്ന് ചോദിക്കും. ക്ലിയർ? അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഇതിലുണ്ടെങ്കിൽ ചോദിക്കുക. എനി ഡൗട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ബെസ്റ്റ് കേസ്, വേസ്റ്റ് കേസ്, ആവറേജ് കേസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്, അതിന്റെ കോംപ്ലക്സിറ്റികൾ, അതിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിടക്കും. അപ്പോൾ ഇതുവരുടെ കാര്യങ്ങൾ ക്ലിയർ ആണ്. ബെസ്റ്റ്, വേസ്റ്റ്, ആവറേജ് വളരെ ഈസി ആയിട്ട് മാർക്ക് പഠിക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ. ക്ലിയർ? എനി ഡൗട്ട്സ് ഓഫ് അനുഗ്രഹ, അപർണ, ബിബിൻ, ഫാത്തിമ, ഗോകുൽ, ഗ്യാൻ, ഹരുൺ,
Any doubts? Clear. No doubts. ഇന്ന് നമ്മുടെ ശ്രീലക്ഷ്മി നേരത്തെ വന്നിരുന്നു, പക്ഷെ പിന്നെ കാണാനില്ലല്ലോ. സാദ്, സോനു ക്ലിയർ? സോനുവിന്റെ വോയിസ് ഒന്നും കേട്ടില്ലല്ലോ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്താലോ? നാളെ കാണാം. Okay, sir. Thank you. Okay, thank you. Sir. Thank you, sir. Thank you, sir.